പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് ഇങ്ങനെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അവിടേക്ക് കുറച്ച് മുല്ലപ്പൂവായിട്ട് വന്നിട്ട് ആദർശിനോട് അത് മുറിയിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പം ഇവിടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നിറയെ മുല്ലപ്പൂവാണ്. അപ്പോൾ മുറ്റത്ത് ഇറങ്ങുമ്പോൾ നല്ല സുഗന്ധമുണ്ട്. ഈ സുഗന്ധം മുറിയിലും പരക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മോനിത് അവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ നയനയുടെ കയ്യിൽ കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർശ്. നയനയുടെ കയ്യിൽ കൊടുക്കാൻ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ അപ്പോഴല്ലേ മോനെ കണ്ടത്, രണ്ടുപേരുടെ കയ്യിൽ തന്നാൽ ഒരുപോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ തന്നെ ഇത് കൊടുക്ക്, ഞാൻ മോൾക്ക് ഇടയ്ക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്ന് ആദർശ് പറയുമ്പോൾ, പുറത്ത് പോകുമ്പോൾ മാത്രമല്ല ഇടയ്ക്കൊക്കെ വീട്ടിലും കൊണ്ടു കൊടുക്കണം, മോൾക്ക് അത് ഭയങ്കര സന്തോഷമാവും എന്ന് പറയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് സന്തോഷം കൂടുതൽ, അത്രയൊക്കെ പോരെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ ഇങ്ങനെ കനക മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന്. ഒന്നും പറഞ്ഞില്ല എന്ന് പറയട്ടോ. എന്നാൽ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അത് മുറിയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടെ വെക്കുക എന്നൊക്കെ ഓർത്തിട്ട് പില്ലോടെ അടിയിലേക്ക് അങ്ങ് വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മുല്ലപ്പൂവ് അപ്പോൾ നയന അവിടെ ഉണ്ടാവില്ല. നയന വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ മുറിയിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അത് മുല്ലപ്പൂവിൻ്റെ ആയിരിക്കില്ല, പാലപ്പൂവിൻ്റെ ആയിരിക്കും എന്നിങ്ങനെ ആദർശ് കളിയാക്കിക്കൊണ്ട് പറയാണ് കേട്ടോ. ഇവിടെ ഒരു യക്ഷി കയറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പറയുന്ന സമയത്ത്, ഓ അപ്പോൾ ഞാനറിയാതെ ഇവിടെ വേറൊരു പെൺകുട്ടി കൂടി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വഴക്കാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഫോറിൻ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ രക്ഷിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നല്ലോ. ഇപ്പോൾ അങ്ങനെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ തെരുവിലൊക്കെ, മൂർത്തീസ് ജ്വല്ലറിയുടെ അതിലുള്ള ആഭരണങ്ങളൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് നന്ദിയെങ്കിലൊക്കെ വേണം എന്നൊക്കെ പറയാം കേട്ടോ. എന്നാൽ പിന്നെ അതിൽ നിൻ്റെ ഫോട്ടോ വയ്ക്കുക, കുറച്ച് ഇങ്ങനെ ആഭരണമൊക്കെ ഇട്ട് നിൻ്റെ ഫോട്ടോ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കുറച്ചെങ്കിലും നന്ദി വേണം എന്നൊക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ള നന്ദിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഞാനൊരു നെക്ലേസ് ഒക്കെ വാങ്ങിച്ചു തന്നില്ലേ എന്ന് പറയാണ് കേട്ടോ. അത് വാങ്ങിച്ചു തന്നിട്ട് നീ എത്ര ദിവസം അത് ഇട്ടു, നീ അപ്പം തന്നെ അത് ഊരി വെച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ ഇട്ടാൽ മതി എന്നുള്ളത്, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അതുപോലെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് കുറച്ച് തലക്കനും അഹങ്കാരമൊക്കെ കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നതിൻ്റെ 1% സ്നേഹമെങ്കിലും എനിക്ക് തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ അർഹിക്കുന്നവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, അത് മാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദർശം പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അവരങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഞാനിങ്ങനെ ഓരോന്നും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതിനിങ്ങനെ പ്രതിഫലം വാങ്ങേണ്ടതാണെന്ന് പറയുമ്പോൾ, നീ ഡിസൈൻ ചെയ്ത് തരുന്നതിനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ആദർശ് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ മുത്തശ്ശന് വേണ്ടിയിട്ട് ഇപ്പോൾ അഭിനയിക്കല്ലേ, ഞാൻ നല്ലൊരു നടിയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും ശമ്പളം തരാമെന്ന് പറയാൻ കേട്ടോ, എനിക്കൊരു മടിയില്ല എന്ന് പറയുമ്പോൾ, അത് വാങ്ങിക്കാനും ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നയനങ്ങ് തിരിഞ്ഞു കിടക്കും കേട്ടോ. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ വോമിറ്റ് ചെയ്യാണ്, കനകയാണെങ്കിൽ പുറമൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദേവയാനിയാണെങ്കിലും അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ദേവയാനിയോട്, ഇങ്ങനെ അവൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, എല്ലാ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ഒരു അമ്മമ്മയാവാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശിനെ നോക്കുന്നുണ്ട് ദേവയാനിയാണെങ്കിലും. അപ്പോൾ ആദർശ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇല്ല എന്നുള്ളതിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഇത് അവൾക്ക് ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാവെന്ന് പറയുമ്പോൾ, ഇത് അങ്ങനെയൊന്നുമല്ല, എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പിണക്കാണെന്നൊക്കെ നടിച്ചിട്ട് ഇങ്ങനെ പറ്റിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കനക അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാനുണ്ട്. ഭയങ്കര ചിരിയാണ് കേട്ടോ കനക. അപ്പോൾ കനക അത് സ്വപ്നം കണ്ടതായിരുന്നു. അപ്പോൾ കനക ചിരിക്കുന്ന കേട്ടുകൊണ്ട് ജലജ ഉണരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയ്ക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റാത്ത ദേഷ്യത്തിൽ കനകേനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകേനെ പിടിച്ചങ്ങ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്വപ്നം കാണാനും സമ്മതിക്കില്ല, ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കനകി അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട സ്വപ്നം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിലൊരു വിഷപ്പാമ്പുണ്ട്, പാല് കൊടുത്ത് കഴിക്കാനെ തിരിച്ചു കൊത്തുന്ന, അതിനെങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് കണ്ടതെന്ന് പറയട്ടോ. അപ്പോൾ ജലജ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, വൈകാതെ തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് കനയ്ക്കും അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശ് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുള്ളത് എന്നെ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ്, അതുകൊണ്ട് അത് മര്യാദയ്ക്ക് ചെയ്തോണം എന്നുള്ളതിലൊക്കെ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് എന്നിട്ട് കനക അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയാണ്, ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ നന്ദുവിനെ വിളിക്കണ്ടേ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ ഓർത്ത് നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഫോണൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ ഇനി ഈ സമയത്ത് വിളിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നന്ദുവിനോട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ പറയാമെന്നിങ്ങനെ ഓർത്തിട്ട് നന്ദു പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഈ സമയത്ത് വേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ വിഷമാവുന്നുണ്ട്, നന്ദുവിനും ആകെ വിഷമമൊക്കെ ഉണ്ട്.
പിന്നീട് ആദർശാണെങ്കിലും നയനയെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവളിങ്ങനെ സാധാരണക്കാരിയല്ല, ഇവൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ വീട്ടിലെ ജോലികളെല്ലാം ഇവൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ ഓർത്തിട്ട് നയനയെ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ആദർശന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കൺട്രോൾ യുവർ സെൽഫ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തിട്ട് പിന്നെ എന്താ പിടിക്കാതെ അങ്ങ് എണീറ്റിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നീട് ആദർശിന്റെ പ്രതിബിംബത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ ഒരാളെ അവിടെ വന്ന് നിന്നിട്ട് ആദർശനെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. നീ എന്താടാ അങ്ങനെയൊക്കെ, നിന്റെ ഭാര്യയല്ലേ എടുത്ത് കിടക്കുന്നത്, അപ്പൊ ഇങ്ങനെയൊക്കെ വേണോ എന്നുള്ളതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ പേരും തമ്മിൽ ആദ്യം കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുമെന്ന് പറയുമ്പോൾ നയന മുഖത്തടിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ മാറിക്കൊടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളോട് നല്ല സ്നേഹമുണ്ട് നിന്റെ ഉള്ളിൽ, പക്ഷെ നിനക്കത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല അമ്മേനെ വിചാരിച്ചിട്ട്. അപ്പോൾ ബെഡ്റൂമിലെങ്കിലും ഇങ്ങനെ അവളോട് ഭാര്യനോട് സ്നേഹം കാണിച്ചിട്ട് പുറത്ത് നിങ്ങൾ വഴക്ക് കൂടിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നിന്റെ ഈ ഈഗോ മാറ്റി വെക്കണം, ഭാര്യയുടെ മുന്നിൽ കുറച്ച് തോറ്റു കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നീ ഇപ്പം മുത്തശ്ശിനെ പറ്റിച്ചുകൊണ്ടിരിക്കല്ലേ, നീ എല്ലാ കാര്യത്തിലും മുത്തശ്ശിനെയാണ് അനുകരിക്കുന്നത്. നിന്റെ മുത്തശ്ശൻ ഇപ്പോഴും മുത്തശ്ശീനെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം നീ മുത്തശ്ശനെ അനുകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദർശനോട് അങ്ങനെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിനക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇവള്, നിന്നെ പോലെ ഒരു മുരടനായ ഭർത്താവിനെ എന്നൊക്കെ പറയുമ്പോൾ ആദർശന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുരടൻ എന്ന് പറയുമ്പോൾ ആരടാ മുരടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന പില്ലോ ഒക്കെ എടുത്തിട്ട് അങ്ങ് എറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന മുല്ലപ്പൂ ഒക്കെ ആകെ എടുത്ത് എറിയുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും ഇത് ബഹളം കേട്ടിട്ട് എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന അങ്ങനെ ഉറക്കെ എന്താ ആദർശേട്ടാ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ പറയുന്ന സമയത്ത് നയനയുടെ വായ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ എന്നാൽ പോയി പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് തലക്കനം കൂടുതലാണ്, അത് ഞാൻ സമ്മതിച്ചു എന്ന് പറയാൻ. ഓ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്ന് പറഞ്ഞ് നടക്കുകയാണെന്ന്, അത് ഓർത്തുകൊണ്ട് കിടന്നതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയന. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആദർശാണെങ്കിലും നയനേനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആദർശിനാണെങ്കിലും നയനേനോട്. പക്ഷേ അതിങ്ങനെ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും ആദർശിൻ്റെ ആ പ്രതിബിംബം വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് തിരിച്ചും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ സംശയമാണ്, എന്താ ഈ പറയുന്നത് എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കേണ്ട. ആദർശാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് പോകുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴും നിനക്ക് നിന്റെ ഈഗോ മാറ്റാനായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ആദർശിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും അതൊന്നും ഇഷ്ടാവാതെ ആദർശ് ഇങ്ങനെ തിരിച്ചും ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ, എന്ത് പറ്റിയെന്നുള്ളതിൽ. പിന്നീട് ആദർശ് അതൊക്കെ പറഞ്ഞിട്ട് അവിടെ ബെഡിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറയട്ടെ. പിന്നെ എനിക്ക് തോന്നിയതാണോ, ഇതിപ്പോൾ സ്വപ്നത്തിലാണെങ്കിൽ സ്വപ്നമാണെന്ന് പറയായിരുന്നു, ഇപ്പോൾ എണീറ്റ് പോയിട്ടല്ലേ സംസാരിച്ചെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയൂട്ടോ ആദർശ്. അപ്പോൾ എനിക്ക് തോന്നിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഇവിടെ മുല്ലപ്പൂ ഉണ്ടോയെന്ന്, അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ മുല്ലപ്പൂവല്ല പാലപ്പൂവാണെന്ന്, ഇപ്പോൾ ഇവിടെ മുല്ലപ്പൂ വന്നതെന്ന് ചോദിക്കട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അത് മുറിയിൽ നല്ല സ്മെല്ല് വരാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചാണെന്ന് പറയട്ടോ. എന്നാൽ എന്നും ഇതുപോലെ മുല്ലപ്പൂവായിട്ട് പോരെ, ഭാര്യയുടെ സുഗന്ധം പോരെങ്കിലും പറഞ്ഞിട്ട് നയന അവിടെ അങ്ങ് കിടക്കുന്നുണ്ട്. പിന്നീട് ആദർശ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളുടെ സുഗന്ധം ഞാനും ഇഷ്ടപ്പെട്ട് വരികയാണോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നയന മനസ്സിൽ ഓർക്കുന്നത്, എന്നോട് നല്ല സ്നേഹമുണ്ട് ഉള്ളിൽ, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്നാണാവോ ആ സ്നേഹം എനിക്ക് ഇങ്ങനെ കിട്ടുക, അതുവരെ ഞാൻ ഈ മുറിയിൽ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.